ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിൻഡ്രല്ലയുടെ ചാപ്റ്റർ കഴിഞ്ഞു. എല്ലാവരും വായിച്ചു പഠിച്ച് കാണുമല്ലോ അല്ലേ? അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എല്ലാവരും നോക്കി കാണുമല്ലോ. ഇപ്പോൾ ഇവിടെ സിൻഡ്രല്ലയ്ക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു അല്ലേ? വീട്ടിൽ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അവളുടെ ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കി. കഥ നല്ലോണം എല്ലാവരും ആസ്വദിച്ചു അല്ലേ? ഇനി ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് അടുത്തൊരു പോയമാണ് പഠിക്കാനുള്ളത്. മായ ഏഞ്ചലോയുടെ, അമേരിക്കൻ സാഹിത്യകാരിയായ മായ ഏഞ്ചലോയുടെ വുമൺ വർക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ കവിതയിൽ പറയുന്നത്, പ്രധാനമായും പറയുന്നത്, ഒരു വീട്ടമ്മയായ സ്ത്രീ അവർ ദിവസവും ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണെന്നാണ്. ഒരു വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തുടങ്ങുന്ന ജോലി, സിൻഡ്രല്ലയുടെ പാഠത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ? അവൾ ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കും, വീട്ടിലെ ജോലികളെല്ലാം ചെയ്യും, സന്ധ്യ ആവുന്നവരെ അവർക്ക് ജോലിയാണ്. അതുപോലെ തന്നെയാണ് വീട്ടമ്മയായ ഒരു സ്ത്രീക്കും അവർ ഏതെല്ലാം ജോലികളിലൂടെയാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. അതിൽ അവൾ ഹാപ്പിയാണോ? അവളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ഇതൊക്കെയാണ് നമുക്ക് കവയിത്രി ഈ പോയത്തിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇനി മായ ഏഞ്ചലോയുടെ പ്രൊഫൈലൊന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 58 അവരുടെ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. മായ ഏഞ്ചലോ വാസ് ആൻ അമേരിക്കൻ ഓതർ, പോയറ്റ്, dancer, actress and singer. She is best known for her series of 7 autobiographies, which focus on her childhood and early adult experiences. The first, I Know Why the Caged Bird Sings, tells of her life up to the age of 17, and it brought her international recognition and acclaim. മായ ഏഞ്ചലോ ഒരു അമേരിക്കൻ ഓതറാണ്, അമേരിക്കൻ സാഹിത്യകാരിയാണ്. കൂടാതെ അവരൊരു ഡാൻസറാണ്, ആക്ട്രസ്സാണ്, സിംഗറുമാണ്. അവരുടെ ബാല്യകാലത്തെയും കൗമാരപ്രായത്തിലും ഉണ്ടായ അനുഭവങ്ങളെ കേന്ദ്രീകരിച്ച് അവർ എഴുതിയിരിക്കുന്ന 7 ഓട്ടോബയോഗ്രഫികളിലൂടെയാണ് ലോകപ്രശസ്തമായത്. ഫസ്റ്റ് ഓട്ടോബയോഗ്രഫിയുടെ പേര് ഐ നോ വൈ ദി കേജ്ഡ് ബേർഡ് സിങ്സ്. അതിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടിലടച്ച കിളി പാടുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ദ ഫസ്റ്റ് ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് tells of her life up to the age of 17. ഈ ആദ്യത്തെ ഓട്ടോബയോഗ്രഫിയിൽ അവർ പറയുന്നത് അവരുടെ 17 വയസ്സ് വരെയുള്ള ജീവിതാനുഭവങ്ങളാണ് പറയുന്നത്. ഈ ഒറ്റ ഓട്ടോബയോഗ്രഫിയിലൂടെ തന്നെ അവർ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി. അപ്പോൾ ഒന്നുകൂടി വായിക്കാം ടീച്ചർ. മായ ഏഞ്ചലോ വാസ് ആൻ അമേരിക്കൻ ഓതർ, poet, dancer, actress and singer. She is best known for her series of 7 autobiographies, which focus on her childhood and early adult experiences. The first, I Know Why the Caged Bird Sings, tells of her life up to the age of 17, and it brought her international recognition and acclaim. സ്ത്രീ ചെയ്യുന്ന ജോലികളുമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങളുമൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? എന്തെല്ലാം ജോലികളിലൂടെയാണ് അവൾ ദിവസം കടന്നു പോകുന്നത് എന്ന് കാണിക്കുന്ന ഒരു പിക്ചർ തന്നെയാണ്. അപ്പോൾ ഈ പോയത്തിന് അനുയോജ്യമായ ഒരു പിക്ചർ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. I have got the children to tend. I have got the children to tend. ടെൻഡ് എന്ന് വെച്ചാൽ പരിപാലിക്കുക. എനിക്ക് കുഞ്ഞുങ്ങളെ പരിപാലിക്കാനുണ്ട്. The clothes to mend. The clothes to mend. മെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടുപാടുകൾ തീർക്കുക. ക്ലോത്ത്സ് ടു മെൻഡ്, വസ്ത്രങ്ങളുടെ കേടുപാടുകൾ തീർക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? കീറിപ്പോയതോ തുന്നൽ വിട്ടതോ കൊളുത്തുപോയതോ ഒക്കെയുള്ള വസ്ത്രങ്ങൾ അത് തുന്നാനുണ്ട് എന്നർത്ഥം. ദ ഫ്ലോർ ടു മോപ്പ്. ഫ്ലോർ ടു മോപ്പ്.
ഫ്ലോറ് വൃത്തിയാക്കാണ്ട്. മോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂല് അല്ലേ. അപ്പോൾ ഇത് എന്ത് വെച്ചാണ്? ഫ്ലോറ് ചൂല് വെച്ച് വൃത്തിയാക്കാനുണ്ട്. ദ ഫ്ലോർ ടു മോപ്പ് എന്ന് പറഞ്ഞാൽ തറ വൃത്തിയാക്കാനുണ്ട്. ചൂല് ഉപയോഗിച്ച് വൃത്തിയാക്കുക. ദ ഫുഡ് ടു ഷോപ്പ്, കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കണം, ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. ദ ഫുഡ് ടു ഷോപ്പ്. ദെൻ ദി ചിക്കൻ ടു ഫ്രൈ, എന്നിട്ടോ വന്നതിന് ശേഷം കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കണം, അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്യണം. ദ ബേബി ടു ഡ്രൈ, കുഞ്ഞിനെ ഡ്രൈ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കുളി കഴിയുമ്പോൾ നമ്മൾ തോർത്തൂലേ, ശരീരമൊക്കെ നനഞ്ഞ ശരീരമൊക്കെ തുടച്ച് ഡ്രൈ ആക്കുക, അതുകൊണ്ടാണ് ഇവിടെ ഡ്രൈ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ദ ബേബി ടു ഡ്രൈ എന്ന് പറഞ്ഞാൽ കുട്ടിയെ കുളിപ്പിച്ച് തോർത്തണം. ഐ ഗോട്ട് കമ്പനി ടു ഫീഡ്. പിന്നെ കമ്പനി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് വിരുന്നുകാർ വരാം, ഫ്രണ്ട്സ് വരാം, വീട്ടിൽ ഇവരൊക്കെ വരും. ഇവരൊക്കെ വരുമ്പോൾ അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി വിളമ്പണം. ഐ ഗോട്ട് കമ്പനി ടു ഫീഡ്, അവർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുത്ത് അവരെ ഊട്ടിക്കണം. ദ ഗാർഡൻ ടു വീഡ്, പൂന്തോട്ടത്തിൽ കളകളുണ്ടാകും, അതായത് പുല്ലുകളുണ്ടാകും. വീടെന്ന് വെച്ചാൽ കളകൾ, പുല്ലുകളുണ്ടാവും, അതെല്ലാം വൃത്തിയാക്കണം. ദ ഗാർഡൻ ടു വീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡനിലെ കളകളൊക്കെ പറിച്ച് ഗാർഡൻ വൃത്തിയാക്കണം, പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കുക. ഐ ഹാവ് ഗോട്ട് ഷർട്ട്സ് ടു പ്രസ്. ഇവിടെ നോക്കുക, പ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ തേക്കുക, ഇസ്തിരി ഇടുക. അപ്പോൾ ഷർട്ട്സ് ടു പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ടുകൾ ഇസ്തിരി ഇടാനുണ്ട് അല്ലെങ്കിൽ തേക്കാനുണ്ട്. ദ ടോഡ്സ് ടു ഡ്രസ്. ഇവിടെ ടോഡ്സ് നോക്കുക, ടോഡ്സിന് ഒരു സ്റ്റാർ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഈ സാഹിത്യകാരി എവിടെയുള്ളതാണ്? അമേരിക്കയിലാണ്. അപ്പോൾ അവരുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെയാണ്, ജോലികളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ, ആ വാക്കുകൾക്ക് ചിലപ്പോൾ പ്രത്യേകതകൾ വേണം. അതുകൊണ്ടാണ് പ്രത്യേക വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റാർ ഇട്ട് നമുക്ക് അർത്ഥം അവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ദ ടോഡ്സ് ടു ഡ്രസ്. അപ്പോൾ ഇവിടെ ടോഡ്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെരി യങ് ചൈൽഡ്, വളരെ ചെറിയ കുട്ടി, കുഞ്ഞുകുട്ടി. ദ ടോഡ്സ്, എ വെരി യങ് ചൈൽഡ്. ദ ടോഡ്സ് ടു ഡ്രസ്, കൊച്ചുകുട്ടികളെ, കൊച്ചുങ്ങളെ ഡ്രസ്സ് ചെയ്യിപ്പിക്കണം. ദ ക്യാൻ ടു ബി കട്ട്. ദ ക്യാൻ ടു ബി കട്ട്. ക്യാൻ, ഇവിടെ ക്യാൻ എന്നുദ്ദേശിച്ചത് ഷുഗർ കെയിനാണ്, കരിമ്പാണ്. അവിടെ കരിമ്പ് കൃഷിയുള്ള നാടാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? കരിമ്പ് കട്ട് ചെയ്യണം. ദ ക്യാൻ ടു ബി കട്ട്. ദ ഗോട്ട ക്ലീൻ അപ്പ് ദിസ് ഹട്ട്. ഹട്ട് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, കുടിൽ. ഇപ്പോൾ ചെറിയ പാവപ്പെട്ടവരുടെ വീടാണ്, വളരെ ചെറിയ വീടാണ്, അതുകൊണ്ടാണ് ഹട്ട് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോട്ട ഇവിടെ ഒരു വാക്ക്, അവരുപയോഗിക്കുന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹാവ് ഗോട്ട് ടു. ഐ ഹാവ് ഗോട്ട് ടു, അതിന് പകരം അവരുപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഗോട്ട. ഐ ഗോട്ട ക്ലീൻ അപ്പ് ദിസ് ഹട്ട്. എനിക്ക് ഈ വീട് വൃത്തിയാക്കേണ്ടതുണ്ട്, എൻ്റെ കുടിൽ അല്ലെങ്കിൽ എൻ്റെ വീട് വൃത്തിയാക്കേണ്ടതുണ്ട്. ദെൻ സീ അബൌട്ട് ദി സിക്ക്. അപ്പോൾ ഇവിടെ സിക്ക് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ രോഗി എന്നാണ് അല്ല ഇവിടെ അർത്ഥം വന്നിരിക്കുക. സിക്ക് സാധാരണ നമ്മൾ അസുഖം ബാധിച്ചവരെന്നാണ്. അപ്പോൾ ഇവിടെ ആരുണ്ടായിരിക്കാം? പ്രായമായവരുണ്ടായിരിക്കും. അപ്പോൾ പ്രായമായവരെ ശുശ്രൂഷിക്കണം, അതാണ് അവിടെ ദെൻ സീ അബൌട്ട് ദി സിക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദി കോട്ടൺ ടു പിക്ക്. കോട്ടൺ കൃഷിയുണ്ട്, അതിനുശേഷം എന്ത് ചെയ്യണം? കോട്ടൺ പറിക്കാൻ പോകണം. ഒരു വീട്ടമ്മ ചെയ്യുന്ന ജോലികൾ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നു അല്ലേ. ഇത് അമേരിക്കയിലെ കാര്യമാണെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ അവരുടെ ജീവിത സാഹചര്യവും അനുസരിച്ചുള്ള ജോലികളാണ് പറഞ്ഞിരിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? കുട്ടികളെ പരിചരിക്കണം, പഴയ വസ്ത്രങ്ങളൊക്കെ തുന്നി ശരിയാക്കണം, റിപ്പയർ ചെയ്യണം, തറയെല്ലാം വൃത്തിയാക്കണം, കടയിൽ പോകണം, ഭക്ഷണം ഫ്രൈ ചെയ്യണം, കുഞ്ഞിനെ കുളിപ്പിക്കണം, പിന്നെ ഫ്രണ്ട്സ് വരും, വിരുന്നുകാർ വരും, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് ഭക്ഷണം കൊടുക്കണം, പൂന്തോട്ടത്തിലെ പുല്ലുകളെല്ലാം പറിച്ചു കളഞ്ഞു ഗാർഡൻ വൃത്തിയാക്കി വയ്ക്കണം, ഷർട്ടുകളെല്ലാം ഇസ്തിരി ഇടണം,
കുഞ്ഞിനെ കുളിപ്പിച്ച് ഡ്രസ്സ് ഇടിപ്പിക്കണം, കരിമ്പ് കട്ട് ചെയ്യണം, വീട് വൃത്തിയാക്കണം, രോഗിയായ അമ്മയെ അല്ലെങ്കിൽ രോഗികളെ വയസ്സായവരെ ശുശ്രൂഷിക്കണം, കോട്ടൺ പിക്കണം, കോട്ടൺ പറിക്കണം. അപ്പോൾ ഇത്രയും ജോലികൾ ഇവിടെ കവയത്രി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇവൾ സംതൃപ്തയാണോ? ഇതെല്ലാം ഇവൾ നല്ല ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? രാവിലെ തുടങ്ങുന്ന ജോലി സന്ധ്യ വരെയുണ്ട്, അല്ല അന്ത്യാകും വരെയുണ്ട്. സിൻഡ്രല്ലയുടെ കാര്യത്തിലും നമ്മളിത് പഠിച്ചതാണ്. സിൻഡ്രല്ല ഏർലി മോർണിംഗിന് എഴുന്നേക്കും. അവൾ രാവിലെ തുടങ്ങുന്ന പണി സന്ധ്യയാവും വരെ ഒക്കെ വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യണം. രാത്രിയാവുമ്പോഴത്തേക്ക് ക്ഷീണിക്കും, കിടന്നുറങ്ങണം അല്ലേ. അപ്പോൾ വിശ്രമിക്കാനുള്ള സമയമാണ്. അവൾ പണി ചെയ്ത് മുഴുവൻ മടുത്തു, അത് ഇഷ്ടമല്ല. അടുത്ത വരികളിലൂടെ നമുക്കത് ബോധ്യമാവുന്നതാണ്. ഷൈൻ ഓൺ മീ സൺഷൈൻ. ഇവിടെ സൺഷൈൻ സൂര്യപ്രകാശമാണ്, സൂര്യപ്രകാശത്തോടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഷൈൻ ഓൺ മീ സൺഷൈൻ. സൂര്യപ്രകാശമേ എന്നിൽ പ്രകാശം ചൊരിഞ്ഞാലും. ഷൈൻ ഓൺ മീ സൺഷൈൻ. സൂര്യപ്രകാശമേ നീ എന്നിൽ പ്രകാശം ചൊരിഞ്ഞാലും. റെയിൻ ഓൺ മീ റെയിൻ. മഴയോടാണ് പറയുന്നത്. മഴയെ നീ എൻ്റെ മേൽ മഴ ചൊരിഞ്ഞാലും. Fall softly dewdrops and cool my brow again. Dewdrops, മഞ്ഞുതുള്ളികളെ വളരെ പതുക്കെ, വളരെ സോഫ്റ്റായിട്ട്, മൃദുലമായിട്ട് എൻ്റെ നെറ്റിത്തടങ്ങളെ തണുപ്പിക്കൂ. Fall softly dewdrops and cool my brow again. ഇവിടെ നിന്നൊക്കെ പ്രകൃതിയിലുള്ള വസ്തുക്കളാണ്. സൂര്യനാണ്, മഴയാണ്, മഞ്ഞുകണങ്ങളാണ്. അപ്പോൾ എന്താ പറയുന്നത്? സൂര്യനോട് പറയണ, സൂര്യപ്രകാശമേ നീ എന്നിൽ പ്രകാശം ചൊരിഞ്ഞാലും, മഴയെ നീ എന്നിൽ മഴ ചൊരിഞ്ഞാലും, മഞ്ഞുകണങ്ങളെ നിങ്ങൾ എൻ്റെ നെറ്റിത്തടങ്ങളെ ഒന്ന് തണുപ്പിച്ചാലും. ഇനി അടുത്തത് പറയുന്നത് ആരോടാണ്? കൊടുങ്കാറ്റിനോടാണ്. സ്റ്റോം, കൊടുങ്കാറ്റ്. Storm, blow me from here with your fierce wind. Storm, blow me from here with your fierce wind. നിന്റെ തീവ്രമായ കാറ്റിനാൽ, കൊടുങ്കാറ്റെ നിന്റെ തീവ്രമായ കാറ്റിനാൽ നീ എന്നെ ഇവിടെ നിന്നും പറത്തിക്കൊണ്ടുപോവുക. Let me float across the sky till I can rest again. എന്നെ ഈ ആകാശത്തിലൂടെ നീ ഒഴുക്കി നടത്തുക. എനിക്ക് വിശ്രമിക്കേണ്ട സമയമാകുന്നതുവരെ നീ എന്നെ ഈ ആകാശത്തിലൂടെ ഒഴുക്കി നടത്തൂ. ഇനി അടുത്തത് അവൾ സംസാരിക്കുന്നത് സ്നോഫ്ലേക്സിനോടാണ്, മഞ്ഞുപാളികളോടാണ്. ഫാൾ ജെന്റ്ലി, വളരെ മൃദുവായി പതിക്കുക. കവർ മീ വിത്ത് വൈറ്റ്, എന്നെ വെള്ള പുതപ്പുകൾ കൊണ്ട് മൂടുക. കോൾഡ് ഐസി കിസസ്, നല്ല തണുപ്പ് കൊണ്ട് ഉമ്മ വയ്ക്കുക. ആൻഡ് ലെറ്റ് മീ റെസ്റ്റ് ടു നൈറ്റ്, ഞാൻ ഈ രാത്രി ഒന്ന് വിശ്രമിക്കട്ടെ, ഉറങ്ങട്ടെ. ഫാൾ ജെന്റ്ലി snowflakes cover me with white cold icy kisses and let me rest tonight. എന്നെ നല്ല കുളിർമയുള്ള തണുപ്പ് കൊണ്ട് എന്നെ പുതപ്പിക്കൂ, ഞാൻ ഈ രാത്രി ഒന്ന് വിശ്രമിക്കട്ടെ. Sun, rain, carving sky, mountain, oceans, leaf and stone, starshine, moon glow, you are all that I can call my own. എനിക്ക് സ്വന്തം എന്ന് പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണതൊക്കെ? സൺ, റെയിൻ, കർവിംഗ് സ്കൈ, മൗണ്ടെയിൻ, ഓഷ്യൻസ്, ലീഫ് ആൻഡ് സ്റ്റോൺ, സ്റ്റാർ ഷൈൻ, മൂൺ ഗ്ലോ. സൂര്യൻ, മഴ, ആകാശം, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, നക്ഷത്രങ്ങളുടെ ആ ശോഭ, മൂൺ ഗ്ലോ എന്ന് പറഞ്ഞാൽ നിലാവ്. ഇവരൊക്കെയാണ് എനിക്ക് സ്വന്തം എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇവൾ ആരോടാണ് സംസാരിക്കുന്നത്? തൻ്റെ സങ്കടങ്ങൾ പറയുന്നത് ആരോടാണ്? ആരിൽ നിന്നാണ് ഇവൾ ആശ്വാസം കണ്ടെത്തുന്നത്? പ്രകൃതിയിൽ നിന്നാണ്. പകല് മുഴുവൻ പണിയെടുത്ത് തളർന്ന അവൾ അതിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്നു. സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വാക്കുകൾ, അത് നിങ്ങൾ പ്രത്യേകം എഴുതിയെടുക്കണം. കാരണം അവർ പ്രയോഗിക്കുന്ന വാക്കുകളാണത്. ടോട്ട് എന്ന് പറഞ്ഞാൽ വെരി യങ്
child. Can, sugar cane. Gota, a slang for how, go to. അത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതി പഠിക്കണം. ഇനി ഈ പാഠഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്. ടെൻറ്റ്, ലുക്ക് ആഫ്റ്റർ, പരിചരിക്കുക. മെൻഡ്, റിപ്പയർ, കേടുപാട് തീർക്കുക. ഇവിടെ വസ്ത്രങ്ങളൊക്കെ കീറിപ്പോയിട്ടുണ്ടാകും, ബട്ടൺസൊക്കെ ഇല്ലാതിരിക്കുക, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തുന്നിച്ചേർക്കും അല്ലേ, അപ്പോൾ അതിനെയാണ് ഇവിടെ മെൻഡ് എന്ന് ഉദ്ദേശിച്ചത്. മോപ്പ്, വൈപ്പ് വിത്ത് എ മോപ്പ്, ചൂല് വെച്ച് അടിച്ചു വാരുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രോ, ഫോർഹെഡ്, നെറ്റി. ബ്രോയ്ക്ക് പുരികം എന്ന അർത്ഥമുണ്ട്, ഇവിടെ വരുന്നത് ഫോർഹെഡ് എന്നാണ്, നെറ്റി. സ്റ്റോ, കൊടുങ്കാറ്റ്. ബ്ലോ, പറത്തുക. ഫിയേഴ്സ്, ഫ്യൂരിയസ്, തീവ്രമായ. സ്നോഫ്ലേക്സ്, മഞ്ഞുപാളികൾ. മൂൺ ഗ്ലോ, നിലാവ്. സ്റ്റാർ ഷൈൻ, നക്ഷത്രശോഭ. പേജ് നമ്പർ 59 നോക്കുക, കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ചോദ്യം, ഹൂ ഈസ് ദ സ്പീക്കർ ഓഫ് ദി പോയം? ഈ കവിതയിൽ ആരെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്? വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീയെ കുറിച്ചിട്ടാണ് അല്ലേ, എ വുമൺ. അപ്പോൾ അവിടെ എന്ത് എഴുതാം? എ വുമൺ ഈസ് ദ സ്പീക്കർ ഓഫ് ദി പോയം. രണ്ടാമത്തെ ചോദ്യം നോക്കുക, is the woman really happy to do her household chores? chores എന്നാണ് അവിടെ ഉച്ചരിക്കേണ്ടത്, വീട്ടുജോലികൾ. chores, household chores, chores എന്നാണത്, ശ്രദ്ധിച്ചോളണം. is the woman really happy to do her household chores? വീട്ടുജോലികൾ ചെയ്യുന്നതിന് അവൾ വാസ്തവത്തിൽ ശരിക്കും ഹാപ്പി ആണോ? mention the lines from the poem which support your answer. വീട്ടുജോലി ചെയ്യുന്നത് സ്ത്രീകൾക്ക് സന്തോഷമാണോ ഇല്ലയോ എന്നുള്ളത് പോയത്തിലൂടെ മായ അഞ്ചല നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവൾ ഹാപ്പി ആണോ? അല്ല. അവൾ അവളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് തനിക്ക് മോചനം തരുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് നോക്കാം കവിതയിൽ ഇതെവിടെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതെവിടെയാണ് പറയുന്നത്? കൊടുങ്കാറ്റിനോടാണ് പറയുന്നത് അല്ലേ. സ്റ്റോം, ബ്ലോ മീ ഫ്രം ഹിയർ വിത്ത് യുവർ ഫിയേസ്റ്റ് വിൻഡ്. ലെറ്റ് മീ ഫ്ലോട്ട് അക്രോസ് ദി സ്കൈ ടിൽ ഐ ക്യാൻ റെസ്റ്റ് അഗെയിൻ. എനിക്ക് വിശ്രമിക്കാവുന്ന സമയം വരെ, ഞാൻ എപ്പോഴാണ് വിശ്രമിക്കുന്നത്? രാത്രിയാണ് അല്ലേ. അപ്പോൾ പകൽ മുഴുവൻ എന്നെ എവിടെ നടത്തണം എന്നാണ് പറയുന്നത്? നിൻ്റെ തീവ്രമായ കാറ്റിനാൽ എന്നെ ഈ ആകാശത്തിലൂടെ ഇങ്ങനെ ഒഴുക്കി നടത്തൂ എന്നാണ് കൊടുങ്കാറ്റിനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവൾ യഥാർത്ഥത്തിൽ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ടെസ്റ്റിൽ നിന്ന് ഈ 4 വരികൾ എടുത്തെഴുതുക. അവിടെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. Why does the woman ask the storm to blow her from there? ഇവിടെ നിന്ന് തന്നെ പറത്തിക്കൊണ്ടു പോകുമെന്ന് കൊടുങ്കാറ്റിനോട് അവൾ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വീട്ടുജോലി ചെയ്യുന്നത് ഇഷ്ടമായിട്ടാണോ? അല്ല. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്താം? Here the woman seeks relief from her busy world of household chores. Here the woman seeks relief from her busy world of household chores. ഉത്തരയുക. നാലാമത്തെ ചോദ്യം നോക്കുക. Look at the lines given below. Fall gently, snowflakes, cover me with white, cold, icy kisses, and let me rest tonight. Here the woman seeks relief from her busy world of household chores. She requests the snowflakes to help her. Here, snowflakes is considered as her friend and a human being. പ്രകൃതിയിലെല്ലാം അവളുടെ സുഹൃത്തുക്കളാണ് അല്ലേ. അവളുടെ ഫ്രണ്ടായിട്ടാണ് അവൾ കണക്കാക്കിയത്. അവളുടെ സങ്കടങ്ങൾ എല്ലാം പറയുന്നത് ആരോടാണ്? പ്രകൃതിയോടാണ് പറയുന്നത്. തനിക്കൊരു ആശ്വാസം തരൂ എന്ന് പോലും പറയുന്നത് അവൾ പ്രകൃതിയോടാണ്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് സിമിലർ എക്സാമ്പിൾസ് ഫ്രം ദി പോയം? ഇതുപോലത്തെ സിമിലർ എക്സാമ്പിൾസ് നമുക്ക് പോയത്തിൽ നിന്ന് കണ്ടെത്താം. പിക്ക് ഔട്ട് ദി ലൈൻസ്. ലൈൻസ് നമുക്ക് കണ്ടെത്താം. ഇവിടെ നോക്കുക, ലാസ്റ്റ് ലൈൻ നോക്കുക. സൺ, റെയിൻ, കർവിങ് സ്കൈ, മൗണ്ടെയിൻ, ഓഷ്യൻസ്, ലീഫ് ആൻഡ് സ്റ്റോൺ.
Star shines, moon glow. You are all that I can call my own. എനിക്ക് എൻ്റെ സ്വന്തം എന്ന് വിളിക്കുവാൻ, എൻ്റെ സ്വന്തം എന്ന് പറയാൻ നിങ്ങളൊക്കെ ഉള്ളൂ. ആരൊക്കെയാണ്? സൂര്യൻ, മഴ, ആകാശം, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, നക്ഷത്രശോഭ, നിലാവുകൾ, നിങ്ങളൊക്കെയാണ് എനിക്ക് സ്വന്തം എന്ന് പറയാനുള്ളത്. അഞ്ചാമത്തെ ചോദ്യം നോക്കുക. യു ആർ ഓൾ ദാറ്റ് ഐ ക്യാൻ കോൾ മൈ ഓൺ. വൈ ഡസ് ദി വുമൺ സേ സോ? വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പോസിബിൾ ആൻസർ? നിങ്ങളെല്ലാവരുമാണ് എനിക്ക് സ്വന്തമെന്ന് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് സ്ത്രീ അങ്ങനെ പറഞ്ഞത്? താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. എ തുടങ്ങി ഡി വരെ തന്നിട്ടുണ്ട്. ഇതിൽ അനുയോജ്യമല്ലാത്തത് ചോദ്യം ശ്രദ്ധിച്ചോണം. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പോസിബിൾ ആൻസർ. അനുയോജ്യമല്ലാത്ത ആൻസർ ഏതായിരുന്നു ഇടേണ്ടത്? അപ്പോൾ ഒന്നാമത്തെ നോക്കുക. എ നോക്കുക. ഇറ്റ് ഈസ് ഓൺലി നേച്ചർ ദാറ്റ് ഗിവ്സ് ഹെർ കമ്പനി ആൻഡ് റിഫ്രഷസ് ഹെർ മൈൻഡ് ആൻഡ് ബോഡി. ശരിയാണ് അല്ലേ? ബി നോക്കുക. ഷീ ക്ലെയിംസ് ദാറ്റ് ദേ ഓൾവേസ് റിമെയിൻ ബിസൈഡ് ഹെർ ആസ് ലൈഫ് ഗിവിങ് ഫ്രണ്ട്സ്. ആശയവും ശരിയാണ്. സി നോക്കുക. ഷീ ഹാസ് നോ അതർ ട്രൂ കമ്പാനിയൻ ഇൻ ലൈഫ്. അത് ശരിയാണ്. ഡി നോക്കുക. നേച്ചർ ഈസ് ദ ഓൺലി എനിമി ദാറ്റ് ഷീ ഹാസ് ഇൻ ഹെർ ലൈഫ്. അത് ശരിയാണോ? അല്ല. അപ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പോസിബിൾ ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അനുയോജ്യമല്ലാത്ത ആൻസർ ഏതാണ്? ഡി ആണ്. നേച്ചർ ഈസ് ദ ഓൺലി എനിമി ദാറ്റ് ഷീ ഹാസ് ഇൻ ഹെർ ലൈഫ്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഇത് നോട്ട് ബുക്കിലേക്ക് എഴുതണം. ഈ പോയം ഒരു 10 പ്രാവശ്യവും വായിക്കണം. അറിയാൻ പാടില്ലാത്ത വാക്കുകൾ എഴുതി പഠിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.